ഹലോ കൂട്ടുകാരെ, ഇന്നലെ ഈ ചാനലിൽ ഇട്ടിരിക്കുന്ന വീഡിയോൻ്റെ താഴെയായിട്ട് വന്ന ഒരു ഡൗട്ട്, അതിൻ്റെ ആൻസറാണ് തരുന്നത്. ഡൗട്ട് ഇതായിരുന്നു: ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിയാതെ എവിടെയോ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ട്വിൻ ഫ്ലെയിമുമായി 5Dയിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് ഡിവൈൻലി ഗൈഡഡ് ജേർണിയാണ്. നിങ്ങളൊരു ട്രൂ ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ, ട്രൂ ട്വിൻ ഫ്ലെയിം എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം, ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്ന അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ജേർണിയാണ്. ഇനിഷ്യലി നമ്മൾ കുറേ റിലേഷൻഷിപ്സിനെയൊക്കെയും ട്വിൻ ഫ്ലെയിംസ് ആണ് അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ ആണെന്ന് വിശ്വസിക്കുമെങ്കിലും കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അതല്ല, ഇതൊരു കാർമിക് കണക്ഷൻ ആണെന്നോ അതല്ല ഇതൊരു സോൾമേറ്റ് കണക്ഷൻ, ആ ഒരു കാറ്റഗറൈസേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ ഇത് നമ്മളുടെ ട്രൂ ട്വിൻ ഫ്ലെയിം ആണോ എന്നുള്ളത് നമ്മളുടെ ഇന്നർ വോയിസിനാണ് ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് നമ്മളോട് പറഞ്ഞു തരാൻ പറ്റുന്നത്. അപ്പോൾ ചോദ്യത്തിലേക്ക് വരാം. ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ട്വിൻ ഫ്ലെയിം, കഴിയാത്ത ട്വിൻ ഫ്ലെയിം. അപ്പോൾ ഡിവൈൻലി ഗൈഡഡ് ജേർണി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ട്വിന്നിനെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കേണ്ട സമയത്ത് ഡിവൈനായിട്ട് മുമ്പിൽ കൊണ്ടുവന്നോളും. അപ്പോൾ തേടി പോകേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞു വന്നത്. രണ്ടാമത്, എവിടെയോ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ഉള്ളത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ട്വിൻ ഫ്ലെയിം കണക്ഷൻ എന്ന് പറയുന്നത് എനർജറ്റിക് കണക്ഷനാണ്, എനർജിയുടെ കണക്ഷനാണ്. ഒരു സോൾ ആയതുകൊണ്ട് തന്നെ, ഒരു സോൾ രണ്ട് ബോഡികളിലായതുകൊണ്ട് തന്നെ എനർജി ഫീൽഡും സെയിം ആണ്, കോൺഷ്യസ്നെസ്സും സെയിം ആയിരിക്കും. അപ്പോൾ സോള് സെയിം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ 5Dയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എനർജറ്റിക്കലി നിങ്ങളുടെ സോളിനോടാണ്. ആൻഡ് നിങ്ങളുടെ സോളാണ് നിങ്ങൾക്കുള്ള ആ ഒരു അൺആൻസേർഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ആൻസേഴ്സ് തരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഡൗട്ടിൻ്റെ ക്ലാരിഫിക്കേഷൻ തരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ തന്നെ നോക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ 5Dയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. ഇവിടെ നിങ്ങൾക്ക് വരാവുന്ന ഒരു പ്രശ്നം ഇതാണ്: നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഒരു ബോഡി കാണില്ല. അതായത് മുമ്പിൽ കാണാനായിട്ട് ഒരു ആകാരം നിങ്ങൾക്കറിയില്ല എങ്ങനെയാണ് ആ കാണുന്നത്. 3Dയിൽ നിങ്ങളുടെ ട്വിൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ വിഷ്വലൈസേഷൻ്റെ പ്രശ്നം വരാം. അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് എനർജി ഫീൽ ആവാൻ പറ്റും. എനർജി എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഫീൽ ആവാൻ പറ്റും. പിന്നെ ഇവിടെ ഇനിയൊരു ഉദാഹരണം പറഞ്ഞു തരാം. നമ്മൾ ഈ ജേർണിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണല്ലോ നമ്മൾ സ്പിരിറ്റ് ഗൈഡ്സിനെ കുറിച്ച് കേൾക്കുന്നത്, ഏഞ്ചൽസിനെ കുറിച്ച് കേൾക്കുന്നത്, മാസ്റ്റേഴ്സിനെ കുറിച്ച്, അസെൻഡഡ് മാസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെയും കേൾക്കുന്നത് അല്ലേ? ഇവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ശരിക്കും നമ്മൾക്ക് ഫീൽ ആവുകയാണ് ചെയ്യുന്നത് അവരുടെയൊക്കെ എനർജീസ്. ഇപ്പോൾ ഏഞ്ചൽസ് എന്ന് പറയുമ്പോൾ ഒരു നമ്പേഴ്സ് കാണുമ്പോൾ, സിങ്ക്രോണിസിറ്റീസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏഞ്ചൽസ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, നമുക്കെന്തോ സിഗ്നൽ തരുന്നു എന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു എനർജറ്റിക്കലി നമ്മൾ കണക്റ്റായി ഫീൽ ആവുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾക്കറിയാൻ വയ്യാത്ത നമ്മളുടെ ട്വിന്നിനോടും എനർജറ്റിക്കലി കണക്റ്റായി ഫീലായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, സോൾ ഒന്നായതുകൊണ്ട്. ഇനിയൊരു ചോദ്യം ഇന്നലെ കിട്ടിയിട്ടുള്ളത്: ഇങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എനർജി കൊടുക്കുമോ, അല്ലെങ്കിൽ ചേസിങ് എനർജി ആണോ ഇത് എന്ന്. അപ്പോൾ ഇവിടെ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ നമ്മളുടെ സോളിനോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എനർജി പോവില്ല, ചേസിങ്ങും ആവില്ല. നമ്മൾ എന്നും ഇരുന്നത് ചെയ്യരുത്. നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, മനസ്സിലാവുന്നില്ല ജേർണിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ, ഫിസിക്കൽ വേൾഡിലൊരു സെപ്പറേഷനിലിരിക്കുമ്പം, കാരണം ട്വിൻ ഫ്ലെയിംസ് ഒരിക്കലും സെപ്പറേറ്റ് ആവുന്നില്ല, സോൾ ഒന്നായതുകൊണ്ട് തന്നെ. നമുക്കൊരു ഔട്ടർ വേൾഡിൽ, അതായത് ഒരു മെസ്സേജോ കോളോ വരാത്തപ്പോൾ നമ്മൾ സെപ്പറേഷൻ എന്ന് വിചാരിക്കുമ്പോൾ അവിടെ ഒരു മിസ്സിങ് എനർജി വരുമ്പോൾ നമ്മൾ 3Dയിൽ കോണ്ടാക്റ്റ് ആവാതെ നമ്മുടെ സോളിനോട് തന്നെ സംസാരിക്കുമ്പോൾ നമുക്ക് ടെലിപ്പത്തിക്കലി ആൻസേഴ്സ് കിട്ടും. ആക്ച്വലി ഈ ജേർണി നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനും നമ്മുടെ സോളുമായിട്ട് കണക്റ്റ് ആവാനുമാണ്. നമ്മളുടെ
DMDF ബാലൻസ് ആവുന്നിടം വരെ, അതായത് ശിവശക്തി ബാലൻസ് ആവുന്നിടം വരെ കൂടുതൽ സമയം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും ആ ഔട്ടർ വേൾഡിലുള്ള നമ്മളുടെ ട്വിന്നിൻ്റെ അടുത്തുനിന്ന് നമ്മൾ പ്രതീക്ഷകൾ വെച്ചുകൊണ്ടിരിക്കും. അതായത് പല തരത്തിലുള്ള പ്രതീക്ഷകൾ, അതൊരു കോൾ ആവാം, മെസ്സേജ് ആവാം, ഒരു കെയർ ആവാം, എന്തുമാവട്ടെ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു മിസ്സിങ് എനർജി വരും. അവർ ആ ഒരു എക്സ്പെക്റ്റേഷനിലേക്ക് കാര്യങ്ങൾ ചെയ്യാത്തപ്പം, കാരണം ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റൊമാൻറ്റിക് ജേർണി അല്ല, ഇതൊരു സ്പിരിച്വൽ ജേർണി ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ജേർണിയുമാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടാതെ വരുമ്പോൾ അവിടെ ഡിസപ്പോയിൻമെൻറ്റ് വരികയും പലതരത്തിലുള്ള ഡൗൺ എനർജിയിലേക്ക്, ലോ എനർജിയിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. അങ്ങനെ പ്രതീക്ഷകൾ വരുമ്പോഴൊക്കെയും ആ ഒരു ഫേസിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഈ 5D കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ സോളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3D ലെവലിൽ ഒരു മിസ്സിങ് എനർജി വരുന്നുമില്ല. അറ്റ് ദ സെയിം ടൈം നമ്മളിൽ ഫുൾഫിൽ ആണെന്ന് നമുക്ക് ഫീൽ ആവുകയും ചെയ്യും. നമ്മളുടെ എനർജീനെ നമ്മളുടെ സെൽഫ് ഗ്രോത്തിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുകയും അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. സോ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ചാനലിനെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. അതല്ലാതെ ഈ ജേർണിയെക്കുറിച്ച് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വോയിസ് മെസ്സേജായിട്ട് അയക്കാവുന്നതാണ്. ഈ ജേർണി റിലേറ്റഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേഖി ഹീലിംഗ് സെഷൻസിനായിട്ട് എന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.